എന്താ വെള്ളമൊക്കെ ഇട്ട് വെള്ള ഇത് രാത്രി കുടിക്കാനാണോ? ഈ ശീലമൊക്കെ ഇപ്പൊ തുടങ്ങി? അയ്യോ ഇത് എനിക്കല്ല, ഇത് സാമാനാണ്. മൂപ്പര് ഇപ്പൊ രാത്രി മൊത്തം സിനിമ ആണല്ലേ. അപ്പൊ എന്തായാലും സിനിമ ആണ്, ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഒന്ന് പറയേ എന്തോന്നറി സാമാനെ ഇന്ന് ഏതാണ് സെക്കൻഡ് ഷോ? ആകാശഗംഗ. ഏത് പടം? ആകാശഗംഗ. അത് ഹൊറർ പടാണ്. എന്താ എന്താന്നാ അതൊക്കെ കണ്ടിട്ട് ഇവിടെ കിടന്നിട്ട് മുള്ളി വൃത്തികളൊക്കെ പിന്നെ ഞാൻ സഹിക്കണ്ടേ? എടാ അതൊക്കെ കണ്ട നീ ഇവിടെ കിടന്ന് ഉറങ്ങൂല. ഒന്നും കുഴപ്പമില്ല, ഞാൻ കണ്ടോളാം. യക്ഷി കാണിക്കുന്നുണ്ടോ? യക്ഷ എന്താ കോമഡി സ്കിറ്റാണ് കാണിക്കുന്നത്? ഇങ്ങനെ ചിരിക്കാൻ ഇത് കാണിക്കാനൊക്കെ കണ്ടവരെ ചിരിക്കാതിരിക്കാൻ പറ്റുമോ? യക്ഷിയുടെ പിന്നെ സഹിക്കാറുണ്ട്. മോനെ ഇവിടെ എല്ലാം പൊടി പിടിച്ച് കിടക്കുവാണല്ലോടാ. എന്താ ചേച്ചി? മോനെ എനിക്കൊരു സഹായം ചെയ്യോ? അപ്പുറത്തെ മോളത്തെ കബോർഡ് ഒന്ന് വൃത്തിയാക്കണം. ഇന്നലെ ഒരു എലി ചാടിപ്പോയടാ അതുവഴി. ഞാനും കുറെ ആലോചിക്കുന്നത് ക്ലീൻ ചെയ്യണമെന്ന്. അവന്മാര് കുരങ്ങന്മാര് സഹായിക്കാനും വരില്ല. വാ നമുക്ക് ഒരുമിച്ച് ക്ലീൻ ചെയ്യാം. വാ വാ. സത്യം പറഞ്ഞ ചേച്ചി നമ്മ ഇത്രയും പൊടി ഇവിടെ ഞാൻ വിചാരിച്ചില്ലട്ടോ. ഞാനും വിചാരിച്ചില്ല മോനെ. താമസമാക്കിയതിനു ശേഷം ഇതുവരെ തൂത്തു കാട്ടിട്ടില്ലേ? എല്ലാം കൂടി ഒതുക്കി കൂട്ടിട്ട് പെട്ടെന്ന് താമസം തുടങ്ങിയല്ലേ. മക്കൾക്ക് ബുദ്ധിമുട്ടായ ഇനി ചേച്ചി തുടങ്ങണം. കുഴപ്പമില്ല, ഞാൻ തന്നെ ചെയ്തോളാം. എവിടെ എടുത്ത് ഇനി നമുക്ക് ലക്ഷ്മി മോളുടെ റൂമിലോട്ട് പോവാം. വാ ചലോ ചലോ. വീണ്ടും പൊടി പേടിപ്പിക്കാൻ മനസ്സിലാ. അയ്യോ കണ്ണാണല്ല. ഏത് കണ്ണാ? കണ്ടിട്ട് ഏതാണോ തോന്നണേ? എടതാ എനിക്ക് നോക്കട്ടെ നോക്കട്ടെ. ഊതി തരാം മിണ്ടായി. അതെ പല്ല് തേപ്പൊരു ശീലാക്കുന്ന വളരെ നല്ലതായിരിക്കും. സത്തില്ല. എന്താണ് നീ ഇവിടെ നിന്റെ കൂടെ മോളിൽ ഇങ്ങോട്ട്? ഇതാരാണ്? അപ്പൊ നിന്റെ അല്ലേ? ഇതേതോ പെൺകുട്ടിയാണ്. ഒരു കത്ത്. കത്താ? മലയാളമാണ്. നീ ഒന്ന് വായിച്ചേ. സാർ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ തന്നെ കാശ് കൊടുത്ത് കുറച്ച് ആളുകളെ നമ്മുടെ ആൾക്കാരായിട്ട് ഏർപ്പാടാക്കാം. അപ്പൊ നമ്മുടെ ആളുകൾ തന്നെ അവരുടെ ഇടയിൽ നിന്ന് കേറി വരണം. മനസ്സിലായില്ല. അതായത് സാർ ഒരു ദിവസം സാധാരണ ഇറങ്ങുന്ന പോലെ വീട്ടിൽ നിന്ന് കാറുമായിട്ട് പുറത്തിറങ്ങുന്നു. സാറിങ്ങനെ കാർ ഓടിച്ചു പോകുമ്പോ അവിടെ റോട്ടിൽ നിൽക്കാണ് കാല് വയ്യാത്തൊരു അമ്മൂമ്മ. അപ്പൊ ഞാൻ അവരെ എടുത്ത് പോക്കി. എടുത്ത് പൊക്കരുത്, അവരെ വെറുതെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചാൽ മതി. അത് മതി. അപ്പൊ അപ്പുറത്തെത്തുമ്പോ അവര് സാറിന്റെ മുഖത്ത് നോക്കിയിട്ട് തീരാത്ത നന്ദിയുണ്ട്, സാർ ഒരു മഹാനുഭാവനുമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയും. അപ്പൊ സാർ ഇതൊന്നും അറിയാത്ത പോലെ അപ്പുറത്തുനിന്ന് വേറൊരാളെ കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് അതെടുത്ത് ടിക്ടോക്കിലിടും. പിന്നെ നമ്മൾ അതിനോട് ഒരു പാട്ട് പോലും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആണല്ലേ? ഏതാ പാട്ട്? ടോവിനോടെ സിനിമയിലെ നെഞ്ചോരം പൊന്നോളം ചെലേറും കനവുകളും ഒരു അത് മതി. അല്ല നമ്മൾ ടിക്ടോക്കിൽ ഇടുമ്പോ ഇവള് പാടിയല്ല, നന്നായിട്ടുള്ള പാട്ടാണ്. അപ്പം അതങ്ങ് പിന്നെ ആരെങ്കിലും എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്നു, പിന്നെ എന്താ പറയാ അവിടെ നിന്ന് ആരെങ്കിലും എടുത്ത് വാട്സാപ്പ് അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് വൈറലാവല്ലേ, ഇൻസ്റ്റാ. പക്ഷേ ഇതിപ്പോ ആരും ഷെയർ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സാർ നമ്മൾ തന്നെ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ അങ്ങോട്ട് ഷെയർ ചെയ്യില്ലേ? ഓക്കെ. പക്ഷെ അപ്പൊ അമ്മൂമ്മ നേരത്തെ റോഡ് സൈഡിൽ അവരോ ലോട്ടറി വിളിച്ച് വീട്ടിൽ പൊക്കളും വഴി അറിയാലോ. ഇതൊക്കെ വർക്കാവുമല്ലോ അല്ലേ? സാർ എന്താ ഇത്ര സംശയം? ഞങ്ങളെ വിശ്വാസമില്ലേ സാറിന്? അല്ല ഞാനിപ്പോ എന്താ ചെയ്യണ്ട? സാറിപ്പോ ഒന്നുമില്ല, ഫേസ്ബുക്ക് എടുക്കുക, ഒരു ലൈവ് പോവാ. ഓക്കെ.
പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇങ്ങനെ ചിരിച്ചോണ്ട് പോരുത്, നല്ല ശോകം വരുന്നുണ്ട് സാർ മുഖത്ത്. അയ്യോ എന്താന്നറിയില്ല, എന്റെ മുഖത്ത് ശോകം വരില്ല. സാറിന്റെ ചെമ്മീൻ ബിസിനസ് പൊളിഞ്ഞു കേട്ടൂലോ. അയ്യോ എപ്പോ? ആ ഇത് മതി, ഇത് മതി, ഇത് കറക്റ്റാ. ഇതാണ് ചിരിക്കരുത്. സാർ അപ്പം ലൈവ് പോവാം. പോലെ ഓക്കെ. അല്ല വിഷയം എന്തായിരുന്നു? വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് നിർമ്മാണ സഹായം. നിർമ്മാണ സഹായം. യെസ്. സാർ പാവം ശോകം. നീ ഒന്ന് വായിച്ചേ. എല്ലാ കുറ്റവും എൻ്റേത് മാത്രം. ഒരുപാട് സ്നേഹിച്ചു പോയി, പക്ഷെ ഇങ്ങനെയൊന്നും നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നിങ്ങളുടെ ആ വലിയ സന്തോഷത്തെയും ആശ്വാസത്തെയും ഇല്ലാതാക്കിയ ഞാൻ ഇവിടെ നിൽക്കാനോ മാപ്പ് ചോദിക്കാനോ പോലും അവകാശമില്ലാത്തവളാണ്. എങ്കിലും ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നു. എന്നെ വെറുക്കരുത്, എന്നോട് ക്ഷമിക്കുക. ഞാനും അധികം താമസിയാതെ നിന്റെ ഓർമ്മകൾ മാത്രം നിലനിൽക്കുന്ന ഈ ലോകത്ത് നിന്നും എന്നേക്കുമായി ഞാൻ പുറത്തു വരും എന്ന് സ്വന്തം പേരെഴുതിയിട്ടില്ല. അയ്യോ ഇത് കണ്ടിട്ടുണ്ടോ? വിശപശകാണ് സംഭവം. എന്ന് വെച്ചാ എടാ ഇത് ആത്മഹത്യ കുറിപ്പാണടാ. ബോക്സ് എനിക്കറിയില്ലടാ. ഈ പറയണ പോലെ ഞാനും അധിക ദിവസം അവിടെ താമസിച്ചിട്ടില്ല. കൂടിപ്പോയ 1 മാസം. അത് കഴിഞ്ഞപ്പോ നീ എന്നെ വിളിച്ച് വീട് വാടകയ്ക്ക് ചോദിച്ചില്ലേ? ആണോ? അല്ല ചേച്ചി, ഇത് ആരുടെന്ന് ചേച്ചി വാങ്ങിച്ചത്? അത് ഗൾഫിൽ സെറ്റിലായ ഒരു ഫാമിലിയുടെന്നാ. അല്ല അവരെന്തിനാ വീട് വിറ്റെന്നറിയോ? അതിപ്പോ അവരുടെ ആകെ ഉണ്ടായ ഒരു മകള് മരിച്ചുപോയി. പിന്നെ എല്ലാരും ഇവിടുന്ന് എല്ലാം വിറ്റ് ഫാമിലി ആയിട്ട് ഗൾഫിൽ സെറ്റിലായി. എന്തായാലും നല്ല വില കുറച്ചാ കിട്ടിയത്. ശരി ചേച്ചി. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാ, ചിലപ്പോ എന്റെ തോന്നലായിരിക്കും, രാത്രി സമയങ്ങളിൽ ചിലപ്പോ കിച്ചൺ ഭാഗത്തുനിന്ന് ചില സൗണ്ട് കേൾക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ലല്ലോ? ഏയ് ഞങ്ങക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്നാ ശരി ചേച്ചി. കുക്കറ